ചങ്ങായി എന്തിട്ടാണ്ട് കേരവൻ എന്തുട്ട് കേരവൻ എന്താന്ന് കേരവാൻ എന്തുട്ടാന്ന് നിനക്കറിയില്ലേ? നീ എന്തുട്ട് സിനിമാക്കാരടാ. കേരവാൻ എന്ന് പറഞ്ഞ ഈ ആർട്ടിസ്റ്റുകളൊക്കെ ഇല്ലേ, അവരൊക്കെ റെസ്റ്റ് ചെയ്യുന്ന വണ്ടിയാണ് ബസ്. ആ കക്കൂസും കുളിമുറൊക്കെ ബസ്സാണത്. അത് എയർ ബസ് ആംബുലൻസ്. എന്തുട്ട് പോത്തട നീയെ. ആംബുലൻസിന്റെ അകത്ത് എങ്ങനെയാണോ കുളിക്കുക? ഹലോ മിസ്റ്റർ, ഒന്ന് നിന്നെ. എന്താ പേരെന്താ പറഞ്ഞേ? ലോനപ്പൻ. ആ ലോനപ്പ. നമ്മള് തമിഴിലാണെങ്കിൽ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം. എന്ന് വെച്ചാൽ രജനിയുടെ കമലഹാസന്റെ ഒക്കെ കാരവാന് മോളൊക്കെ കേറി കൂടിക്കോളൂ. അല്ല അപ്പൊ മോളെ തനിച്ചൊക്കെ വിടൂ? നമ്മള് വിട്ടില്ലെങ്കിലും അവരങ്ങ് കൊണ്ടുവന്നു. എന്റെ മോള് പെട്ടെന്ന് മിങ്കിളാവുന്ന കൂട്ടത്തില്. പണ്ട് ഒരു കാരവാനൊക്കെ വാങ്ങണ്ടി കേട്ടോ. നീ ലോനപ്പൻ, ജ്യൂസിന്റെ പല വെറൈറ്റിയും വേണ്ടി വരും. അതിന്റെ മെനു ഞാൻ പത്മിനിയുടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഷെഫ് ഉണ്ടോ അതോ ഞാൻ വരുത്തണോ? അയ്യോ അതൊന്നും വേണ്ട, ഒക്കെ ഇവിടെ ഉണ്ട്. എല്ലടോ എല്ലാം മാനേജ് ചെയ്യാം. പത്മിനിക്ക് ഏറ്റവും ഇഷ്ടം ഊട്ടി ലൊക്കേഷൻ. എനിക്കും സുസ്മിതയ്ക്കും ഹൈദരാബാദാണ് ഇഷ്ടം. ഒരു തണുപ്പുമല്ല ചൂടുമല്ല, അങ്ങനത്തെ ഒരു കാലാവസ്ഥയില്ലേ അതാ. സാറ് ഡയറക്ടറുടെ ചെയറായിരുന്നു. അതെ. ആരാ ഡയറക്ടർ? ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ സാർ, ഞാൻ ഡയറക്ടർ ഡിക്രൂസ്. താൻ പോയി ഒരു ചെയർ എടുത്തുണ്ടോ? സാറേ, ഈ ഡയറക്ടറൊക്കെ ഒരു ചെയർ എടുക്കാൻ പോകുന്ന വെച്ചാൽ അതൊരു എന്താ ഇയാള് ചെയർ എടുത്താ പൊങ്ങില്ലേ? എന്നാ എടുത്തോണ്ടോ. കുട്ടി ഏതാ? ഞാൻ ഷെർലി, അസോസിയേറ്റ് ആണ് സർ. അസോസിയേറ്റ് എന്താ മേക്കപ്പ് ഒക്കെ ഇട്ട് ഇതിൽ അഭിനയിക്കുന്നുണ്ടോ? ഇല്ല മാം. എന്നാ പിന്നെ ചെല്ല്, വിളിക്കുമ്പോ വന്നാ മതി. അല്ല പത്മിനി, ഈ ഷൂട്ടിംഗ് തുടങ്ങണ്ടായോ? ശരിയാ. പിന്നെ ഇതിന്റെ കഥ എഴുതുന്ന ഒരാളില്ലേ? തിരക്കഥാകൃത്ത്. അതെ അതെ അതെ, ആളെങ്കിൽ വിളിക്കും. ശരി സർ. വായും പൊളിച്ചങ്ങ് ഇരിക്കുവല്ലേ, ഞാൻ കാണുന്നുണ്ട് കേട്ടോ. പത്മിനി, ഇത് വീടല്ല, ലൊക്കേഷൻ ആണ്. വീട്ടിലെ പോലെ എന്നോട് പെരുമാറരുത്. വളരെ ഉപകാരം. പത്മിനി ഇരിക്കുക. അല്ല, തനിക്കിരിക്കണ്ടേ? ഒരു ചെയർ കൂടെ എടുത്തോളൂ. വേണ്ട സാർ, ഞാൻ നിന്നോളാം. നല്ല വിനയമുണ്ട്. സർ, ഇതാണ് നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റർ കാതരൻ കാഞ്ഞിരമറ്റം. കണ്ടാ തോന്നൂല കേട്ടോ. ആരാണ് ഹീറോ? ലാലിനെയാണ് ഞങ്ങൾ ഫിക്സ് ചെയ്തിരിക്കുന്നത്. ലാലോ? ലാല് പറ്റൂടി? വേണോ? വേണ്ടേ? ലാല് വേണ്ട. അതങ്ങനെ പറഞ്ഞാൽ ശരിയാവും. എടോ, പടത്തിന് കാശ് മുടക്കുന്നത് ഞാനാ, ഫിനാൻഷ്യർ. ഞാൻ തീരുമാനിക്കും ആര് വേണമെന്നും ആര് വേണ്ടെന്നും. അയ്യോ രമണ സാറേ, വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ലാലിന്റെ ഡേറ്റ് മേടിച്ചത് അല്ലേ? മാത്രമല്ല, ഞാൻ എഴുതിയ കഥാപാത്രത്തിന് ലാലാണ് ഫിറ്റ്. ആര് ഫിറ്റ് ആണെന്നുള്ളതല്ല, എന്റെ മോക്ക് ആരാണ് മാച്ച് എന്നുള്ളതാണ് പ്രശ്നം. മനസ്സിലായില്ലേ? ആ സ്ക്രിപ്റ്റിംഗ് കൊടുക്ക്, മൊത്തം കൊടുക്ക്. ഇതേത് സ്ക്രിപ്റ്റ്? ഇതാ ഞാൻ എഴുതിയ സ്ക്രിപ്റ്റ്. എടോ, താൻ എഴുതിയ സ്ക്രിപ്റ്റിന്റെ കോപ്പി പപ്പൻ എനിക്ക് അയച്ചു തന്നു. ഉത്തരവാദപ്പെട്ട ഒരു ഫിനാൻസിയർ എന്ന നിലയിൽ ഞാൻ ഇതിൽ വേണ്ട തിരുത്തലുകൾ വരുത്തിയിട്ടുണ്ട്. ഓക്കെ? ഈ ലൈറ്റിനൊന്നും അത്ര വെളിച്ചില്ലടോ. അപ്പൊ സമയം കളയണ്ട. ആദ്യത്തെ സീൻ എന്റെ മോളെ വെച്ച് ഐശ്വര്യമായിട്ട് തുടങ്ങാം. അയ്യോ സാറേ, ആദ്യം നമ്മൾ നായകനും നായകൻ തമ്മിൽ കണ്ടുമുട്ടുന്ന സീനാ പ്ലാൻ ചെയ്തേക്കുന്നത്. ആയിക്കോട്ടെ, എന്റെ മോളാണല്ലോ നായിക. അയ്യോ സാറേ, ഞങ്ങൾ നായികയായിട്ട് പുതിയൊരു കുട്ടി പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. അവളെ അങ്ങ് മാറ്റിയാ പോരെ? പകരം എന്റെ മോൾ അഭിനയിക്കും. അവള് തകർക്കും ഇല്ലേടി? പിന്നല്ല. അല്ല, അത് പിന്നെ സാറേ, അത് ശരിയാവും സാറേ. അതേ ശരിയാവൂ. അല്ല, പപ്പനോട് ഞാൻ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാണല്ലോ. പപ്പനോട് ഹലോ, മഞ്ജുവാരനല്ലേ? അല്ലേ? അയ്യോ സോറി. അതെന്തു ആയിക്കോട്ടെ, നായികയായിട്ട് ഞങ്ങളുടെ കൊച്ചിനെ അഭിനയിപ്പിക്കാൻ വേണ്ടിട്ടാ ഞങ്ങൾ ഇത്രയും പൈസ മുടക്കിയത്. അപ്പൊ പിന്നെ അതേ നടക്കൂ. അല്ല പിന്നെ നീ മോളെ ഇങ്ങ് വിളിച്ചോണ്ടെന്ന്. ഞങ്ങളുടെ മോളായോണ്ട് പറയല്ല, അവക്ക് റിഹേഴ്സൽ ഒന്നും വേണ്ട. ടേക്ക് ആർട്ടിസ്റ്റ് ചെല്ല്. എടാ ഡിക്രു, നീ ഈ ഉർവശി ശാപ ഉപകാരം കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടെങ്കിൽ ഈ രമണന്റെ മോള് നമ്മൾ കണ്ട നായികയേക്കാൾ കിടുവാണെങ്കിലോ? ആയിരിക്കും, എന്റെ മനസ്സ് പറഞ്ഞു.
നോക്കിക്കോ, പപ്പൻ ഇപ്പൊ അവളെ വിളിച്ച് പുറത്തേക്ക് ഇറക്കും. ആടാ നോക്ക്. ആ, മോളെ ഇറങ്ങി വാ, ഇവിടുത്തെ സെറ്റപ്പ് ഒക്കെ ഓക്കെയാ. ഡയറക്ടറെ മോളെ തിരക്കുന്നു. എനിക്ക് അഭിനയിക്കണ്ട, ഞാൻ വരില്ല. എനിക്ക് അഭിനയിക്കണ്ട, എനിക്ക് ഇപ്പൊ തന്നെ വീട്ടിൽ പോകണം. അയ്യോ, എന്റെ പൊന്നു മോൾ അങ്ങനെ പറയല്ലേ. നമ്മളെല്ലാം പറഞ്ഞിട്ടല്ലേ എന്റെ തനി സ്വഭാവം എടുക്കരുത്. ആൾക്കാര് നോക്കുന്നു. പറയാനാ പറഞ്ഞെ. എടി, അഭിനയിക്കാണെന്ന്. കൊച്ച്, എനിക്ക് എന്റെ പൊന്നു മോള് വാടി അഭിനയിക്കാന്. ഒന്ന് അഭിനയിച്ചിട്ട് പോടി. ഇതൊന്ന് വെച്ചോളൂ. വാടി മോളെ. കൊച്ചിന്റെ കാര്യം. എന്റെ പൊന്നുമോളല്ലേ, വാ. ഇതാണോ നായിക? നീ അങ്ങോട്ട് മാറി. മോളെ, ഡാഡിയുടെ ഡുക്കുട് മോളല്ലേ, ഡാഡിയുടെ ബക്കുട് മോളല്ലേ. അഭിനയിക്കാം. എന്റെ ലോയപ്പ സാറേ, ഈ ഏർപ്പാടൊന്നും ഇവിടെ നടക്കത്തില്ല. ആ കൊച്ചുകുട്ടി വെച്ച് ഷൂട്ട് ചെയ്യാനേ എന്നെ കൊണ്ട് പറ്റത്തില്ല. ചതിക്കല്ലേ. അഡ്വാൻസ് ആയിട്ടേ ഞാൻ 3 ലക്ഷം രൂപയാണ് മേടിച്ചിരിക്കുന്നത്. ഓഹോ, 3 ലക്ഷം രൂപയ്ക്കാണ് ഈ കൊല ചെയ്ത് ഇവിടെ ചെയ്തത് അല്ലേ? അല്ലടാ, ഒരു 5 സീനെങ്കിൽ തീരണമെങ്കിൽ തീരട്ടെ. മാത്രമല്ല, ഈ ഷൂട്ടിംഗ് നിന്ന് കഴിഞ്ഞാലേ പിന്നെ വിൽക്കാനുള്ളത് എനിക്ക് എന്റെ കിഡ്നി മാത്രം. എടാ, നീ ഫിക്സ് ചെയ്ത നായികയെ തന്നെ വെച്ച് നീ ഷൂട്ട് ചെയ്താൽ മതി. തൽക്കാലം ഈ രമൺ എന്നെ പിണക്കരുത്. ഓ, അയാള് രമണനല്ല, മരണനാ. മരണൻ വരുന്നുണ്ട്. ഇത് വെറും അഭിനയമാണ്. യഥാർത്ഥത്തിൽ അവർക്ക് അഭിനയിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളെല്ലാം ഒരുമിച്ച് കണ്ടപ്പോ വെറുതെ പിണങ്ങി നിൽക്കുന്ന അല്ലേ മോളെ? കണ്ടോ, വീട്ടിൽ ഞാൻ മേക്കപ്പ് ഒക്കെ ഇട്ടാ കൊണ്ടുവന്ന്. ഓവറായിട്ടേ ഇല്ല. അല്ല സാറേ, ഇത്രയും ചെറിയ കുട്ടിയെ എങ്ങനെയാ നായികയായിട്ട് അഭിനയിപ്പിക്കുന്നത്? ഈ കഥയില് പ്രായപൂർത്തിയായവരാണ് നായകനും നായിക. ആയിക്കോട്ടെ, അവര് തന്നെ നായകനും നായിക ആയിക്കോട്ടെ. അവരെക്കാൾ പ്രാധാന്യമുള്ള മെയിൻ നായികയാണ് എന്റെ മോളെ. പക്ഷെ ഇന്ന് എടുക്കാൻ പോകുന്ന സീനില് നായകനും നായികയും കണ്ടുമുട്ടുന്ന സീനാണ്. എടോ, അതെനിക്കറിയാം. നായകനും നായികയും കണ്ടുമുട്ടുന്ന രംഗം അല്ലേ? വീട്ടിനകത്ത് വെച്ച് കണ്ടുമുട്ടും. അപ്പൊ നായകൻ പറയുന്ന കാര്യങ്ങൾക്ക് മറുപടി പറയുന്നത് നായികയുടെ അനിയത്തി, മെയിൻ നായിക എന്റെ മോള്. എങ്ങനെയുണ്ട്? ഞാൻ എഴുതി വെച്ചിരിക്കുന്ന സ്ക്രിപ്റ്റിൽ നായകനും നായികയാണ് ഡയലോഗ് പറയുന്നത്. എടോ, അതിലൊക്കെ ഞാൻ മാറ്റം വരുത്തിയിട്ടുണ്ട്. സീൻ നമ്പർ 17 നായകനും നായികയും കണ്ടുമുട്ടുമ്പോ ആദ്യം നായകൻ ഡയലോഗ് പറയുമ്പോൾ നായിക മറുപടി പറയുന്നു എന്നുള്ളതിന് പകരം നായികയുടെ അനിയത്തി വളരെ തന്മയത്വമായി മറുപടി പറയുന്നു എന്ന് ഞാൻ മാറ്റിയിട്ടുണ്ട്. അതായത് എന്റെ മോള് മെയിൻ നായിക. അല്ല സാറേ, എല്ലാ ഡയലോഗും സാറിന്റെ മോള് പറഞ്ഞ പിന്നെ നായിക എന്തോന്ന് പറയും? അത് പിന്നെ ഹീറോയിനെ നമുക്ക് ഊമയാക്കരുതോ? അങ്ങനെ ഒരു സാധ്യത ഉണ്ടല്ലോ. സാധ്യതയല്ല, ഇപ്പൊ ആലോചിച്ചപ്പോ അതാ നല്ലത്. എന്തായി കാര്യങ്ങള്? എല്ലാം ഓക്കെയാണ്. ഇവർക്ക് ചെറിയ കൺഫ്യൂഷൻ. എന്ത് കൺഫ്യൂഷൻ? ഒരു കൺഫ്യൂഷൻ ഇല്ല സാറേ, നമുക്കെല്ലാം മാനേജ് ചെയ്യാം. ഓക്കെ, എല്ലാം മാനേജ് ചെയ്യാം. പിന്നെ അത്രയല്ലേ? എന്നാ പിന്നെ തുടങ്ങല്ലേ? എവിടെയാണ്? അതായത് സീൻ നമ്പർ 17 വീട്ടിനകത്ത് വെച്ച് നായകനും നായികയും മെയിൻ നായികയെ കണ്ടുമുട്ടുന്നു. വാ. അതും പുള്ളിയെ ഫിക്സ് ചെയ്ത്. എടാ, ഞാൻ ഡയറക്റ്റ് ചെയ്യാൻ വരണോടെ? എടേ, വന്നാ ഡയറക്റ്റ് ചെയ്യാം. എനിക്കൊന്നും വയ്യ. നിങ്ങൾ വരില്ലേ? നിനക്ക് കഞ്ഞി കുടിച്ച് കിടക്കണോ? കഞ്ഞി കുടിച്ച് കിടക്കണോന്ന്? കഞ്ഞി വേണം. കഞ്ഞി വേണ്ട, കൂടെ പോയി കഞ്ഞി കുടിക്കല്ലേ? ക്യാമറ ഷിഫ്റ്റ്.